ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇവിടെ ഇന്ന് 3 കാർഡ്സാണ് ഉള്ളത്. നിങ്ങളുടെ ലവറിനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. കാർഡ് നമ്പർ 1. ഈ ഒരു കാർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയതായിട്ടാണ് കാണിക്കുന്നത്. ഓൾഡ് ആയിട്ടുള്ള കുറേ ഹാബിറ്റ്സൊക്കെ നമ്മൾ ഇങ്ങനെ സ്റ്റോപ്പ് ആവുകയാണ്. ഒരു എൻഡിലപ്പുറം ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത്. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നു, പുതിയൊരു ആളായിട്ട് നിങ്ങൾ മാറുന്നു എന്നാണ് ഇതിൽ കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡിലേക്ക് നമുക്കിനി പോവാം. ഈ ഒരു കാർഡിൽ പറയുന്നത് വെച്ചാൽ റിയൽ സോൾമേറ്റിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മൈൻഡിലാണെങ്കിലും ഹാർട്ടിലാണെങ്കിലും ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, ഇത് മതി എന്നുള്ളൊരു തീരുമാനം. ഡിവൈൻ്റെ സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അതുമാത്രമല്ല, നിങ്ങൾ തമ്മിലൊരു ഡീപ്പ് കണക്ഷനുണ്ട്. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവാനുള്ളൊരു ചാൻസസൊക്കെ വളരെ കുറവാണ്. നിങ്ങളുടെ മേജർ സോൾമേറ്റ് കാർഡാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് ഡിവൈൻ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാർഡാണ്. ഈ കാർഡിൽ പറയുന്നത് വെച്ചാൽ പുള്ളിക്കൊരു കൺഫ്യൂഷനാണ്. എല്ലാത്തിലും ഒരു ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, എങ്ങനെയൊക്കെയുള്ളൊരു പുള്ളിക്കൊരു ഭയങ്കര കൺഫ്യൂഷനും പേടി മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ യൂട്യൂബും ഒക്കെ കണ്ടിട്ട് പുള്ളി ആകെ ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, പുള്ളിക്ക് തന്നെ ഒരു ബോധമില്ല. ഇത് ശരിയാവുമോ, ഇത് ശരിയാവത്തില്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫുൾ ഓവർ തിങ്കിങ് ആണ്. പുള്ളി ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി റിലേഷൻഷിപ്പ് ഇങ്ങനെ പുള്ളിക്കൊരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. പുള്ളി ഒട്ടും ഓപ്പണപ്പ് അല്ല, ഒരു കാര്യവും തുറന്നു പറയുന്നൊരു കൂട്ടത്തിലുള്ള ഒരാളല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാനത് രാത്രിയിൽ ഒക്കെ ഞാൻ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരിക്കലും നിനക്ക് വന്ന് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനോ ഒന്നിനും വരില്ല. പുള്ളിക്ക് കൺഫ്യൂഷനാണ്. പുള്ളി എന്തിനേക്കോ ഭയപ്പെടുന്നുണ്ട്. പുള്ളി ഇതുപോലുള്ള ലവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു ഗൈസ്.